ഒരു കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് ഒരു സ്ത്രീ നിന്ന് നിലവിളിക്കുകയാണ്. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞ് ബോധമില്ലാതെ കിടക്കുകയാണ്. ഇത് ഇങ്ങനെ പിടിച്ചേക്കുന്നത്. തൊട്ടപ്പുറത്ത് ആ സ്ത്രീയുടെ ഭർത്താവ് നിൽപ്പുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അവരുടെ നിലവിളി കേട്ടുകൊണ്ട് അടുത്തുള്ള ആൾക്കാരെല്ലാം അവിടേക്ക് ഓടിക്കൂടും. അവരെല്ലാം കാര്യം തിരക്കി, എന്താ സംഭവിച്ചേ, എന്താ പ്രശ്നമെന്ന് പറ. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, എൻ്റെ കൈ കിടക്കുന്ന കുഞ്ഞിന് ബോധമില്ല, ഉച്ചയ്ക്ക് ആഹാരമെല്ലാം കൊടുത്തിട്ട് ഉറക്കം കിടത്തിയാണ്, വൈകുന്നേരം ആയപ്പോഴും തട്ടി വിളിച്ചിട്ടും കുഞ്ഞ് ഉണരുന്നില്ല, കുഞ്ഞിനിപ്പോൾ ബോധമില്ല, എന്താ സംഭവിച്ചത് അറിയത്തില്ല. ആൾക്കാർ നോക്കിയപ്പോൾ ആ കുഞ്ഞിൻ്റെ വായിൽ നിന്നൊക്കെ ചെറിയ ചോരയൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇനി വല്ല ഇഴജന്തുക്കൾ കടിച്ചതാണോ എന്താണെന്ന് ഒരു പിടിയുമില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങളിങ്ങനെ കൊച്ചിനെ വെച്ചിട്ട് കാര്യമില്ല, ആശുപത്രി എത്രയും പെട്ടെന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തള്ളി വിടുകയാണ്. ഭർത്താവ് പറഞ്ഞു, ഒരു കാര്യം നീ പോയിട്ട് വാ, ഞാൻ പിന്നെ പുറയിലെ വരാം. ഇതെന്ത് പറഞ്ഞാൽ ആൾക്കാർ ആ ഭർത്താവിനെ നോക്കുകയാണ്, ഇത്ര സ്നേഹമില്ലാത്തൊരു ഭർത്താവാണോ. അങ്ങനെ ആൾക്കാരെല്ലാം നിർബന്ധിച്ച് ആ ഭാര്യയും ഭർത്താവിനെയും കൂടി ഒരു ഓട്ടോറിക്ഷ കയറ്റി ആശുപത്രിയിലേക്ക് വിടുകയാണ്. അങ്ങനെ ആ കുഞ്ഞിനെ താങ്ങിയെടുത്തുകൊണ്ട് ആ സ്ത്രീ നേരെ ഡോക്ടറെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, എൻ്റെ കുഞ്ഞിന് ജീവനില്ല, ബോധമില്ല കിടക്കുകയാണ്. ഡോക്ടർ ആ ശരീരം മുഴുവൻ, അതായത് ആ 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നു. വല്ലാത്തൊരു സങ്കടമായി. പിന്നെ അറിയാമല്ലോ, ഒരു അമ്മയുടെ ബഹളവും സങ്കടവും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഭയങ്കര നിലവിളിയായി. ഭർത്താവിനും വിഷമം, ഭാര്യയ്ക്കും വിഷമം, എല്ലാവർക്കും വിഷമം. ഇതൊരു അസ്വാഭാവിക മരണമാണ്. പറയണമല്ലോ, ആഹാരം കൊടുത്തപ്പോഴാണ് മരിച്ചെന്നൊക്കെ പറയുന്നത്. കുഞ്ഞിൻ്റെ വായിന്ന് രക്തവും വരുന്നുണ്ട്. ഇനിയപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ള കാര്യം വ്യക്തമാവത്തുള്ളൂ. അങ്ങനെ കുഞ്ഞിനെ നേരെ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് വിടുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ വല്ലാത്തൊരു ഞെട്ടൽ. കുഞ്ഞിൻ്റെ കഴുത്തിൽ കുറേ പൊട്ടലുകൾ, എല്ലൊക്കെ നുറുങ്ങിയിരിക്കുന്നു. എന്തോ ബലമുള്ള സാധനം കുഞ്ഞിൻ്റെ കഴുത്തിലൂടെ, വെറുതെ 4 വയസ്സുള്ള കുഞ്ഞാണെന്ന് ഓർത്താണ്, ആ കുഞ്ഞിൻ്റെ കഴുത്തിലൂടെ പിടിച്ചു വലിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഉഗ്രം കൊലപാതകം. അത് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ പോലീസ് എത്തി ആ കുഞ്ഞിൻ്റെ ശരീരമൊക്കെ വിശദമായിട്ട് പരിശോധിച്ചു. ഇത് കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരോട് ചോദിക്കുകയാണ്, അച്ഛനും അമ്മയോടും ചോദിക്കുകയാണ്, ഇതിനാരാണ് ഉത്തരവാദി. അവർ വാവിട്ട് നിലവിളിക്കുകയാണ്, ഞങ്ങൾക്ക് അറിയത്തില്ല, ആ സമയത്ത് ആരും വന്നില്ല, നിങ്ങളെവിടെ താമസിക്കുന്നത് പോലീസ് ചോദിച്ചു. അത് കഴക്കൂട്ടത്തുള്ള ഒരു ലോഡ്ജിലാണ്. ആ ലോഡ്ജിൽ പുറത്തുനിന്ന് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ സാധ്യതയില്ല. കാര്യം ലോഡ്ജല്ലേ, ലോഡ്ജുകാർക്ക് അറിയാൻ പറ്റും. അത് മാത്രമല്ല, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ ഇവരറിയാതെ ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഇവരിൽ ആരോ ആണ് ആ കൊലപാതകി. അച്ഛനാണോ അമ്മയാണോ, അതോ ഇവർ തമ്മിൽ ചേർന്ന് നടത്തിയ ഒരു കൊലപാതകമാണോ എന്നുള്ള ചോദ്യമാണ് പിന്നെ ഉയർന്നത്. നമുക്കിതിൻ്റെ സത്യം അറിയണമെങ്കിൽ നേരെ ആ കഴക്കൂട്ടത്തിലുള്ള ലോഡ്ജിലേക്ക് പോകണം. നമ്മളിപ്പോൾ ലോഡ്ജിൽ നിൽക്കുവാണ്. ഈ ലോഡ്ജിൽ 2 ആഴ്ച മുമ്പ് റൂം എടുത്ത ആൾക്കാരാണ് മുന്നി ബീഗം, അതായത് 23 വയസ്സുള്ള ഈ മുന്നി ബീഗവും തൻവീർ ആലം എന്ന് പറയുന്ന 24 വയസ്സുള്ള ഈ പയ്യനും. പ്രായമൊക്കെ മനസ്സിലായല്ലോ, കൊച്ചു പിള്ളേരാണ്. ഇവർ ബംഗാൾ സ്വദേശികളാണ്. ഈ കേരളത്തിൽ അല്ലറ ചില്ലറ കൂലിപ്പണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർ അങ്ങനെയുള്ള ജോലിയാണല്ലോ ചെയ്യുന്നത് കേരളത്തിൽ. അങ്ങനെ കൂലിപ്പണിയൊക്കെ ചെയ്താണ് ഇവർ ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ക്ലാഷ് എന്താണെന്നറിയാമോ? 2 ആഴ്ച മുമ്പാണല്ലോ റൂം എടുത്തത്, അത് ലോഡ്ജുകാർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ 2 മാസം മുമ്പും ഈ സ്ത്രീ ഇതേ ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ട്. അന്ന് പക്ഷേ ഇവനല്ല കൂടെ ഉള്ളത്, മറ്റൊരുത്തനായിരുന്നു. അതെന്ത് കൂത്തല്ലേ? 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഇവർക്ക് 4 വയസ്സുള്ള കുഞ്ഞുമുണ്ട്, 1.5 വയസ്സ് മാത്രം പ്രായമുള്ള മറ്റൊരു കുഞ്ഞുകൂടിയുണ്ട്. അന്ന് വേറൊരുത്തനായിരുന്നു. ഇപ്പോൾ തൻവീർ ആലമാണ് വന്നിരിക്കുന്നത്. ആ സ്ത്രീയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതിന് കൃത്യത വരുമെന്ന് പോലീസിന് അറിയാം. അപ്പോൾ ഒരു കാര്യം മാത്രം അറിയുക, അന്ന് 2 മാസം മുമ്പ് ഈ ലോഡ്ജ് റൂം എടുത്തതാരായിരുന്നു? അത് ഞാനായിരുന്നു. അന്ന് കൂടെയുള്ളതാരായിരുന്നു? അത് പിന്നെ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. സുഹൃത്തോ? അപ്പോൾ ഇത് ഭർത്താവല്ലേ? ഭർത്താവല്ല, ഇത് തൻവീർ ആലം ഇവളുടെ ഭർത്താവല്ല, ഈ 2 കുഞ്ഞുങ്ങളുടെയും അച്ഛനുമല്ല. ആരാണെന്നറിയാമോ? ഇവളുടെ അടുത്ത ബന്ധു, അതായത് അമ്മയുടെ സഹോദരൻ്റെ മകനാണ് ഈ പയ്യൻ. പശ്ചിമബംഗാൾ സ്വദേശികളാണെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയായിരിക്കും ഇവർ അടുത്തതല്ലേ? ഈ സ്ത്രീക്ക് ഭർത്താവില്ലേ? ഇതെങ്ങനെ ഒരു കൊലപാതകത്തിലെത്തി? ഈ സ്ത്രീക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടോ, അതോ ഇവൻ തന്നെയാണോ പ്രതി? ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടണം. നമുക്ക് നേരെ പോകേണ്ടത് നേരെ ആലുവയിലേക്കാണ്. അവിടെ സജാദ് എന്ന് പറയുന്ന ഒരു പശ്ചിമ ബംഗാൾ സ്വദേശിയുണ്ട്. അവൻ്റെ ഭാര്യയായിരുന്നു ഈ സ്ത്രീ, അതായത് നമ്മുടെ മുന്നി ബീഗം. സന്തോഷകരമായിട്ടൊക്കെ ജീവിച്ചു പോവുകയാണ്. അല്ലറ ചില്ലറ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ചു പോകുമ്പോൾ ഇവക്ക് കുത്തിക്കഴപ്പെന്ന് പറഞ്ഞാൽ പശ്ചിമബംഗാളത്തിൽ പറഞ്ഞാൽ ആ ഒരു പ്രശ്നമുണ്ട്. ഒരിടത്തിരിക്കുമ്പോൾ അക്കരപ്പച്ച തേടി പോകുന്ന ഒരു സ്വഭാവമുള്ള ആളാണ്. അങ്ങനെ പോകുമ്പോഴെല്ലാം ഈ കൊച്ചുങ്ങളെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നൊരു പതിവാണ് ഈ സ്ത്രീക്കുള്ളത്. 1 പോയി 2 പോയി. ഭർത്താവായ അല്ലെങ്കിൽ ബംഗാൾ സ്വദേശിയായ ആലുവയിൽ ജോലി ചെയ്യുന്ന സജാദ് എന്ന ഭർത്താവിന് സഹിക്കുമോ? ഒരു ഭർത്താവിന് സഹിക്കത്തില്ല. അത് വിഷയമായി വഴക്കായി. അങ്ങനെ നീ നിൻ്റെ പണി നോക്ക്, ഞാൻ എൻ്റെ പണി നോക്കിയെന്നും പറഞ്ഞ് ഈ സ്ത്രീ അയാളെ ഉപേക്ഷിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ തൂക്കിയെടുത്തുകൊണ്ട് വേറെ പലരോടൊപ്പം ജീവിച്ചിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതൊരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ആ സ്ത്രീയുടേത്. എന്തായാലും ഇപ്പോൾ അങ്ങനെയുള്ള ജീവിതമാണ് ആ സ്ത്രീ നയിക്കുന്നത്. അങ്ങനെ അവളുടെ ജീവിതം കൊണ്ട് മുന്നോട്ട് ജീവിച്ചു പോകുമ്പോഴാണ് അവളുടെ ബന്ധുവായിട്ടുള്ള തൻവീർ ആലവുമായിട്ട് അടുക്കുന്നതും പ്രണയത്തിലാവുന്നതും. ഇപ്പോൾ ഈ ലോഡ്ജിലാണ് താമസിക്കുന്നത്. അതൊരു കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെ താമസിക്കുമ്പോൾ
ഇവക്ക് വീണ്ടും ഇളക്കമായി, പോയേ പറ്റൂ. ഈ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്നതും എടുത്തുകൊണ്ട് പോകുന്നതും മുട്ടായി വാങ്ങി കൊടുക്കുന്നതൊക്കെ ആ ലോഡ്ജുകാർ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ എന്താ, ഇവളുടെ ഭർത്താവാണ്, വലിയ പ്രായ വ്യത്യാസമില്ല, പയ്യനാണ്, ഇത് പെങ്കൊച്ചുമാണ്. അതുകൊണ്ട് തന്നെ ആർക്കും സംശയവുമില്ല. അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അന്ന് വഴക്കുണ്ടാവുകയാണ്. നീ ഇന്ന് പോകാൻ പാടില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുടിഞ്ഞ വഴക്കായി. ഇവള് കേൾക്കുന്നില്ല, എനിക്ക് പോയേ പറ്റൂ, എനിക്ക് എന്നെ പ്രതീക്ഷിച്ച് അവരുടെ സുഹൃത്ത് നിൽപ്പുണ്ട്, അവനോടൊപ്പമാണ് ഇന്ന് രാത്രി എന്നൊക്കെ പറഞ്ഞിട്ടും അത് വലിയൊരു വിഷയത്തിലേക്ക് അവസാനിക്കുകയാണ്. അങ്ങനെ ഇവൾ പോകുമെന്നുള്ള ഉറപ്പുള്ള ഘട്ടത്തിൽ ഇവൻ എന്താ ചെയ്യുന്നറിയാമോ, ഈ പ്രതികാരം മുഴുവൻ തീർക്കണമല്ലോ. ആ കുഞ്ഞൊന്നും അറിയാതെ 4 വയസ്സുള്ള കുഞ്ഞ് 4 കുഞ്ഞുങ്ങളുടെ പണി ചെയ്യുന്നത്. അവർക്ക് 2 കൊടുത്താൽ എവളെ എന്ത് ചെയ്യാനും കുഴപ്പമില്ലായിരുന്നു. ഒന്നും അറിയാത്ത ഒരു തെറ്റും ചെയ്ത ആ കുഞ്ഞിനോടാണ് അവൻ്റെ ദേഷ്യം മുഴുവൻ. ഒന്നും അറിയാതെ കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് അവൻ്റെ നോട്ടം പോയി. അടുത്ത് കിടക്കുന്ന ആ ഷാൾ ഉപയോഗിച്ച് ആ കുഞ്ഞിനെ കഴുത്ത് മുറുക്കി കൊല്ലുകയാണ്. കൊല്ലുകയല്ല, കൊല്ലാൻ ശ്രമിച്ചു. കുഞ്ഞിന് അങ്ങനെ ജീവനുണ്ട്, കുഞ്ഞ് പടയുകയാണ്. അതിനുശേഷം അവൻ്റെ ആ ദേഷ്യം മുഴുവൻ തീർത്തു. ഈ സ്ത്രീ കണ്ടു നിലവിളിക്കുന്നു. ഈ കുഞ്ഞിനെ താങ്ങിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടുകയാണ്. അത് ഫ്രണ്ടിൽ ലോഡ്ജിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്ക് ആ ഹോട്ടലുകാരെല്ലാം കാണുന്നു. ഈ സ്ത്രീ കുഞ്ഞിനെ എടുത്ത് വാവിട്ട് നിലവിളിക്കുമ്പോഴും ഒന്നും അറിയാത്ത മട്ടിൽ നമ്മുടെ മിഥുന സിനിമയിലെ ഇന്നസെൻ്റ് നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, ആ നിപ്പാണ് ഇവൻ. അവൻ അനങ്ങുന്നില്ല. ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാനും ഇവൻ സഹായിക്കുന്നില്ല. ആൾക്കാരെല്ലാം കൂടിയപ്പോഴും ഇവൻ മാറി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ആൾക്കാർക്കെല്ലാം സംശയം ആയിക്കണം അല്ലേ, ഇവൻ എന്തോ റോൾ ഉണ്ടെന്നുള്ള കാര്യം. എന്തായാലും ഇവനെ പിടികൂടണമല്ലോ. അവൻ അന്യ സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ പിടികൂടാനും പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ കുറേ നാടകം ആദ്യമേ തന്നെ പോലീസ് നാട്ടുകാരെല്ലാം കളിച്ച് എന്തായാലും ഇവനെ കയ്യോടെ പിടികൂടുകയാണ്. വിശദമായിട്ട് ചോദ്യം ചെയ്തോട്ടെ. 2 ദിവസം എടുത്ത ചോദ്യം ചെയ്തത്. നമ്മുടെ മലയാളികളൊക്കെ ആണെങ്കിൽ തത്ത പറയുന്ന പോലെ ആദ്യമേ തന്നെ പറഞ്ഞേനെ. പക്ഷേ ഇവനൊക്കെ പക്കാ ക്രിമിനലല്ലേ, ബംഗാളികളൊക്കെ അത്ര വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരല്ലേ. അങ്ങനെ വിശദമായിട്ട് തലങ്ങും വിലങ്ങും ഒക്കെ മാറിയും തിരിച്ചും അവളെ ഇവനെയൊക്കെ കൂട്ടി ഇരുത്തി തത്ത പറയുന്ന പോലെ പറയുകയാണ്, ഞാനാണ് ആ കുഞ്ഞിനെ കൊന്നത്. ഇപ്പോൾ പോലീസിന് അംശമുണ്ട് കേട്ടോ, അതിപ്പോൾ തെളിയിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ ഇളയ കുഞ്ഞ് 1.5 വയസ്സുള്ള കുഞ്ഞ് ഇവൻ്റെ ആണെന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് മൂത്ത കുഞ്ഞിനോട് ഇവന് കനത്ത ദേഷ്യമായിരുന്നു. ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് കുഞ്ഞിനെ കൊന്നതെന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. എന്തായാലും വല്ലാത്ത ചതിയായിപ്പോൾ അല്ലേ. ചുരുക്കി പറഞ്ഞാൽ അവളെ വെറുതെ വിട്ടു, അവൾക്ക് ഇതിനകത്ത് റോളില്ല എന്നുള്ള രീതിയിൽ കണ്ട് അവളെ വെറുതെ വിടുകയും ഈ തൻവീർ ആലത്തെ തട്ടി അകത്തിടുകയും ചെയ്തു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് എത്ര ദേഷ്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര വൈരാഗ്യം ആയിക്കോട്ടെ, ഈ കുഞ്ഞുങ്ങളോടൊക്കെയാണ് ഈ പക വീട്ടേണ്ടത്. 4 വയസ്സുള്ള കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ്റെ കയ്യിൽ നിന്ന് അന്ന് വൈകിട്ട് മുട്ടായും മേടിച്ച് സന്തോഷിച്ച് കിടന്നുറങ്ങിയ കുഞ്ഞാണ്. ആ കുഞ്ഞിനെയാണ് യാതൊരു ദയവുമില്ലാതെ അമൃഗം കൊന്നു കളഞ്ഞിരിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒതുങ്ങണമെന്നേ. ഇത്തരം വഴിവിട്ട ജീവിതം നയിക്കുന്നവർക്കെല്ലാം ഇതൊരു പാഠമാകണം. ആ സ്ത്രീയുടെ ജീവിതം ആലോചിക്കുക, കുഞ്ഞും പോയി, ഭർത്താവും പോയി, നാടും പോയി, എല്ലാം പോയി. ഇപ്പോൾ എവിടെയോ കിടന്ന് അലഞ്ഞു തിരിയുകയാണ്. ആര് സംരക്ഷണം കൊടുക്കും അല്ലേ? ഇനി അന്യസംസ്ഥാന തൊഴിലാളിയായതുകൊണ്ട് അവരുടെ വേറെ ജീവിതമായിരിക്കാം. എന്തായാലും മലയാളികൾക്കൊന്നും ദഹിക്കുന്ന ഒരു കഥയല്ല ഇത്. എന്തായാലും ഇത്തരത്തിൽ ജീവിതം നയിക്കുന്നവർക്ക് ഈ സംഭവങ്ങളൊക്കെ ഒരു പാഠമാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ച് നിർത്തിയാലോ. നന്ദി, നമസ്കാരം.